ഹായ് ഓൾ, സീക്വൽ പഠിക്കുന്ന ഒരു N2 ലെക്ചർ സീരീസിന്റെ 4th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഈ ഡാറ്റാബേസിൽ ടേബിൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ടേബിൾസിലേക്ക് ഓരോ വാല്യൂസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കി. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുടനീളം നിരവധി സീക്വൽ കമാൻഡ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ പറഞ്ഞ സീക്വൽ കമാൻഡ്സ് ഒക്കെ ഏത് കാറ്റഗറിയാണ് പെടുന്നതെന്നും ടോട്ടൽ സീക്വൽ കമാൻഡ്സിനെ നമുക്ക് എത്ര രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെയും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡാറ്റാ സോൾ. നമുക്കായും തന്നെ എത്ര രീതിയിലുള്ള സീക്വൽ കമാൻഡ്സ് ആണ് ഉള്ളത് നോക്കാം. ഇപ്പോൾ സീക്വൽ കമാൻഡ്സിനെ മൊത്തം നമ്മൾ 5 കാറ്റഗറിയിലോട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതാണ് DDL. സെക്കൻഡ് എന്ന് പറയുന്നത് ഡാറ്റ ക്വറി ലാംഗ്വേജ്. അതാണ് DQL. തേർഡ് എന്ന് പറയുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതാണ് DML. ഫോർത്ത് എന്ന് പറയുന്നത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. DCL. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ആണ് TCL. അപ്പോൾ ഈ ഒരു 5 കാറ്റഗറിയിലോട്ടാണ് നമ്മൾ എൻ്റെ സീക്വൽ കമാൻഡ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതായത് DDLും DQലും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി വരുന്ന വീഡിയോയിലാണ് നമ്മൾ DML, DCL ആൻഡ് TCL എന്നീ 3 സീക്വൽ കമാൻഡ് കാറ്റഗറീസ് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അഥവാ DDL കമാൻഡ്സ് എന്തൊക്കെയാണെന്നും അത് ഏതൊക്കെ കേസിലാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പം ഒരു ഡാറ്റാബേസിൻ്റെ ഒബ്ജക്റ്റുകളായ ടേബിൾസും ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് DDL. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ആ കമാൻഡുകളെന്ന്. ഏതൊക്കെയാണത്? ക്രിയേറ്റ്, ഓൾട്ടർ ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ക്രിയേറ്റ്, ഓൾട്ടർ ആൻഡ് ഡ്രോപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇതൊന്ന് വിശദീകരിച്ച് പറയാം. അതായത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ സീക്വൽ കമാൻഡ് ഒരു ഡാറ്റാബേസും അതുപോലെ തന്നെ ടേബിളും ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓൾട്ടർ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ടേബിൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഡ്രോപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ഡാറ്റാബേസും ടേബിളും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതായത് ഡാറ്റാബേസിൻ്റെ ഒബ്ജക്റ്റുകളായ ടേബിളും ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് DDL കമാൻഡ്സ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. അടുത്ത കാറ്റഗറി ആയിട്ട് വരുന്നത് DQL അഥവാ ഡാറ്റ ക്വറി ലാംഗ്വേജ് കമാൻഡുകളാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത ഡാറ്റയെ റിട്രീവ് ചെയ്ത് യൂസറിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡാണ് DQL കമാൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡ്. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം സെലക്ട്. ഈ സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലും നെക്സ്റ്റ് വീഡിയോയിലും സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡും അതിൻ്റെ യൂസ് കേസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ലാപ്ടോപ്പ് സ്ക്രീനിൽ പോയിട്ട് കൂടുതൽ പഠിക്കാം. ഇനി നമുക്ക് MySQL കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്ത് സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് പഠിക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഡാറ്റയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഡാറ്റാബേസും അതിലൊരു ടേബിളും ഈ ടേബിൾ കുറച്ച് വാല്യൂസും ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീക്വൽ പാർട്ട് 3 എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു വരിക. ഇവിടെ ഞാൻ വളരെ പെട്ടെന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മൊബൈൽസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽസ് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ 4 കോളംസ് ആണ് പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ് ആൻഡ് ബ്രാൻഡ്. ഇനി ഇതിലോട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂസ് നമ്മൾ എടുക്കുന്നത് ഒരു വേർഡ് ഡോക്യുമെന്റിൽ നിന്നാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വേർഡ് ഡോക്യുമെന്റിൽ നിന്നാണ് ഞങ്ങൾ ഈ വാല്യൂസ് മൊത്തം എടുക്കുന്നത്. ഈ വാല്യൂസ് അടങ്ങുന്ന ഈ വേർഡ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം കോപ്പി ചെയ്ത്
ഇവിടെ വാല്യൂസിനോട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്വറി ഓക്കെ എന്ന് കാണിക്കുന്നുണ്ട്. 70 റോസ് അഫക്റ്റഡ്, അതായത് 70 റോസ് ഉള്ള വാല്യൂസ് ആണ് നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഇവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എൻ്റയർ ടേബിൾ, ഈ ഒരു എൻ്റയർ ഡാറ്റ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്. അപ്പോൾ അത് കാണാൻ സാധിക്കും, ഈ ഒരു എൻ്റയർ ഡാറ്റ നമുക്കൊരു ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കമാൻഡ്. ഈ ഒരു കമാൻഡ് നമ്മൾ നേരത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സെലക്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സീക്വൽ കമാൻഡ്. സ്റ്റാർ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ഓൾ ഡാറ്റ എന്നാണ്. അത് എൻ്റയർ ഡാറ്റ, ആ ടേബിളിൽ നമ്മൾ എന്തൊക്കെ ഡാറ്റയിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻ്റയർ ഡാറ്റയാണ് നമ്മൾ സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രം പ്രൊഡക്ട്സ്, അതായത് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടേബിളാണ്. അത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് എൻ്റയർ ഡാറ്റ ഫ്രം പ്രൊഡക്ട്സ് എന്നാണ്. അത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ എൻ്റയർ ഡാറ്റ കാണിച്ചു തരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടേബിളിലെ എൻ്റയർ ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. അതായത് പ്രൊഡക്റ്റ് ID, പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, ബ്രാൻഡ്, 4 കോളം കാണുന്നുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു 70 റോസ് ഓഫ് ഡാറ്റ ആണ് ഉള്ളതെന്ന്. അപ്പോൾ 1 to 70 വരെയുള്ള എൻ്റയർ റോസ് ഓഫ് ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വഴി നമുക്ക് എൻ്റയർ ഡാറ്റ കാണാൻ സാധിക്കുന്നു. ഇനി എനിക്ക് പ്രൊഡക്റ്റ് നെയിംസും ബ്രാൻഡും മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡാണ് സെലക്ട്. നേരത്തെ നമ്മൾ സ്റ്റാർ ആണ് കൊടുത്തത്, സ്റ്റാറിന് വരെ എന്ത് കൊടുക്കണം? പ്രൊഡക്റ്റ് നെയിമും ബ്രാൻഡും കൊടുക്കുക. അതായത് പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം, കോമ, ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ്. അതായത് സെലക്ട് ചെയ്യണം ഏതൊക്കെ? പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം, പ്രൊഡക്റ്റ് നെയിമും ബ്രാൻഡും. എവിടുന്ന്? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും പ്രൊഡക്റ്റ് നെയിമും ബ്രാൻഡും മാത്രം കണ്ടുപിടിക്കാനുള്ള കമാൻഡാണിത്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 70 റോസ് എന്ന് കാണാൻ സാധിക്കും. അതായത് ആ എൻ്റെ റോസ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 കോളം മാത്രമാണ്, പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിമും ബ്രാൻഡും. കാരണം നമ്മൾ സെലക്റ്റിനൊപ്പം കൊടുത്തത് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ബ്രാൻഡും മാത്രം ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ 50,000 എബോ ഉള്ള ഫോൺസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കേണ്ട കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 50,000. അപ്പോൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അതായത് ഈ കമാൻഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്, അതായത് സെലക്ട് ഓൾ ദ ഡാറ്റ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 50,000. അതായത് പ്രൈസ് 50,000 മുകളിലുള്ള പ്രൊഡക്ട്സ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ടേബിൾ പ്രൈസ് 50,000 മുകളിലുള്ള എൻ്റെ ഡേറ്റയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൈസ് ടേബിൾ ഈ പ്രൈസ് കോളം നോക്കി നോക്കുക. ഇവിടെ ഒന്നുപോലും 50,000 ബിലോ ആയിട്ടുണ്ടാകത്തില്ല. സപ്പോസ് ഇനി നമുക്ക് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ പ്രൊഡക്റ്റ് നെയിംസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് എന്താണ്? സെലക്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ഈക്വൽ ടു ആപ്പിൾ. ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, അൺനോൺ കോളം ആപ്പിൾ. ഇവിടുത്തെ എറർ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രാൻഡ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വാർകാർ ആണ്, അതായത് വേരിയബിൾ ക്യാരക്ടർ. എപ്പോഴും വേരിയബിൾ ക്യാരക്ടറിൻ്റെ ഉള്ളിലെ ഐറ്റംസ് മുഴുവൻ നമ്മളെപ്പോഴും കൊട്ടേഷൻ മാർക്കിൽ വേണം ഡിനോട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ആപ്പിളിന് ചുറ്റും കൊട്ടേഷൻ മാർക്ക് കൊടുക്കാത്ത കാരണമാണ് ഈ എറർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കറക്റ്റായ രീതിയിൽ ടൈപ്പ് ചെയ്യാം. സെലക്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ഈക്വൽ ടു, ബ്രാൻഡ് എന്ന് പറയുന്നത് വാർക്കാർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഞാൻ കൊട്ടേഷൻ മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സീക്വൽ ക്വറി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നതെല്ലാം എല്ലാത്തിനും ബ്രാൻഡ് ആപ്പിളാണ്. iPhone 14 Pro, iPhone 13, 12 ഈ ഐഫോൺസ് എല്ലാം ബ്രാൻഡ് ആപ്പിളാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 15 റോസ് എന്ന് കാണാം. അതായത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഡാറ്റ സെറ്റിൽ ടോട്ടൽ 15 മൊബൈൽസ് ആണ് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 കേസിലും നമ്മൾ ഈ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് ഈക്വൽ ടു ആപ്പിൾ, അത് ഈക്വൽ ടു എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അതിന് മുമ്പത്തെ കേസിൽ നമ്മൾ പ്രൈസ് ഗ്രേറ്റർ ദാൻ 50,000, അതായത് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്കിവിടെ സ്ക്രീൻ കാണാം. അപ്പോൾ ഇത് തന്നെ നമ്മൾ തുടക്കം കാണുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് സുപരിചിതമായുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. പക്ഷേ നമ്മൾ അവസാനം കാണുന്ന 3 അതായത് ബിറ്റ്വീൻ, ലൈക്ക് ആൻഡ് ഇൻ, ഇത് നമ്മൾ അധികം കേൾക്കാത്ത ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം.
ആദ്യം തന്നെ നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡിലൂടെ ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി കമാൻഡ് ടൈപ്പ് ചെയ്യുകയാണ് സെലക്ട് product underscore name, comma, price from products where price between 1,50,000 and 2 lakh എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1,50,000-ൻ്റെയും 2 lakhൻ്റെ ഇടയ്ക്കും പ്രൈസ് ഉള്ള മൊബൈൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് ഗാലക്സി Z Fold 1,65,000 ആൻഡ് iPhone 15 Pro Max 1,55,000. നമുക്കിനി ഈ കോഡൊന്ന് നോക്കാം. നമുക്ക് 2 പാർട്ട് എടുത്തിരിക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെലക്ട് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം കോമ പ്രൈസ് ഫ്രം പ്രൊഡക്ട്സ്. അതായത് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞ കോളവും പ്രൈസ് എന്ന് പറഞ്ഞ കോളം നമ്മൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊഡക്റ്റ് അണ്ടർസ്കോർ നെയിമും പ്രൈസും മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി വേർ എന്ന് പറയുന്ന കണ്ടീഷനാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് കണ്ടീഷൻ? പ്രൈസ് ബിറ്റ്വീൻ 1,50,000 ആൻഡ് 2 lakh. ഇത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഇംഗ്ലീഷ് പോലെ തന്നെ സിമിലർ ആണ്. അതായത് പ്രൈസ് 1,50,000-ൻ്റെയും 2 lakhൻ്റെ ഇടയ്ക്കും കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ ആയിട്ടുള്ള ലൈക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കമാൻഡ് ടൈപ്പ് ചെയ്യാം ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ലൈക്ക് നമുക്ക് % എന്ന് കൊടുക്കാം. %. ഇപ്പം നിങ്ങളുടെ കാണാൻ സാധിക്കും ഏയിൽ വെച്ച് തുടങ്ങുന്ന ബ്രാൻഡ്സ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതായത് ആപ്പിളും അസ്യൂസും. ഇനി ഈ കോഡ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ഈ കോഡ് നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സും പിന്നെ ബാക്കി വേർ ബ്രാൻഡ് ലൈക്ക് %. അപ്പോൾ സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ കോളം മാത്രം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബ്രാൻഡ് എന്ന് പറഞ്ഞ കോളം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി കണ്ടീഷൻ പറയാൻ പോകുന്നത് വേർ ബ്രാൻഡ് ലൈക്ക് %. ഇവിടെ ഈ % എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നോ ഒന്നിലധികം ക്യാരക്ടേഴ്സ് എന്നാണ്. അതായത് ഫസ്റ്റ് ലെറ്റർ %, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എയും അതിനുശേഷം എന്ത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും വരാം. ഇവിടെ വേർ ബ്രാൻഡ് ലൈക്ക് %, എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എ ആയിരിക്കണം. അതിനുശേഷം എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് ഇനി ആൻസർ നോക്കാം. ബ്രാൻഡ് പേര് നമുക്ക് കാണാൻ സാധിക്കും ആപ്പിളും ഉണ്ട് അസ്യൂസും ഉണ്ട്. അതായത് ഫസ്റ്റ് ലെറ്റർ എ ആണ്. അതിനുശേഷം എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ. നമുക്കിനി വേറെ ഉദാഹരണങ്ങൾ നോക്കാം. അതായത് നമുക്ക് അവസാനത്തെ ലെറ്റർ ഇ എന്ന് വരുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ലൈക്ക് നമ്മളെന്താ കണ്ടീഷൻ പറഞ്ഞ് തുടക്കം എന്ത് വേണമെങ്കിലും വരാം, പക്ഷെ അവസാനത്തെ ലെറ്റർ ഇ ആയിരിക്കണം. അപ്പോൾ തുടക്കം എന്ത് വേണമെങ്കിലും വരാം, ഏത് ക്യാരക്ടർ വേണം വരാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിളാണ് %. പക്ഷെ ഫൈനൽ ലെറ്റർ എന്തായിരിക്കണം? ഇ ആയിരിക്കണം. ഇ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിളിൻ്റെ അവസാനത്തെ ലെറ്റർ ഇ ആണ്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ അവസാനത്തെ ലെറ്റർ ഇ ആണ്. അതായത് ഗൂഗിളും ആപ്പിളും എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് ആണ് ഇയിൽ അവസാനിക്കുന്നത്. അപ്പോൾ %E എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ അവസാനത്തെ ലെറ്റർ ഇപ്പം ഇ ആയിരിക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ലെറ്റർ പി വരുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ലൈക്ക് നമ്മൾ പറഞ്ഞ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം. കാരണം ബ്രാൻഡ് എന്ന് പറയുന്നത് വാർക്കാരാണ്. നമ്മൾ പറഞ്ഞ സെക്കൻഡ് ലെറ്റർ പി ആയിരിക്കണം. അതായത് ഫസ്റ്റ് ലെറ്റർ എന്ത് വേണേലാവാം, പക്ഷെ ഫസ്റ്റ് ഒരൊറ്റ ലെറ്റർ വരാൻ പാടുള്ളൂ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതാണ് അണ്ടർസ്കോർ. അതിനുശേഷം നമ്മൾ പി എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് % എന്ന് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ സെക്കൻഡ് ലെറ്റർ പി വരുന്ന ബ്രാൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് ആപ്പിൾ മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അണ്ടർസ്കോറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ അക്ഷരം മാത്രമേ വരാൻ പാടുള്ളൂ. അത് ഒരു അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അക്ഷരം മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ ആ അക്ഷരം എന്ത് വേണമെങ്കിലും ആവാം. ഈ ഒരു സാഹചര്യം നമ്മൾ അണ്ടർസ്കോർ തന്നെ % ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ലൈക്ക് %P %. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. നമുക്ക് കാണാം ആപ്പിളും വന്നിട്ടുണ്ട്, OnePlusഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്താ?
പെർസെൻറ്റേജ് പി പെർസെൻറ്റേജ് എന്ന് നമ്മളിവിടെ കൊടുത്താറുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികം ക്യാരക്ടേഴ്സ് വരാം. അതായത് പിക്ക് മുമ്പ് ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് വരാം. അതുപോലെ തന്നെ പിക്ക് ശേഷവും ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടേഴ്സ് വരാം എന്നുള്ളതാണ്. നമ്മൾ ആപ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ പി സെക്കൻഡും വരുന്നുണ്ട്, തേർഡും വരുന്നുണ്ട്. എന്നാൽ OnePlusൽ പി എന്ന് പറയുന്ന പൊസിഷൻ വരുന്നത് 4th-ലാണ്. ഇനി എനിക്കിവിടെ OnePlus മാത്രം തിരഞ്ഞെടുത്താൽ മതി. അതായത് പി 4th പൊസിഷൻ മാത്രം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് എന്താ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അണ്ടർസ്കോർ യൂസ് ചെയ്യണം. അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ലൈക്ക്. നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ പറഞ്ഞു OnePlus ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് 4th ലെറ്റർ മാത്രം പി ആയാൽ മതി. അതായത് ആദ്യം തുടക്കം 3 ലെറ്റേഴ്സ് ഉണ്ടാവണം. ആ 3 ലെറ്റേഴ്സ് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അണ്ടർസ്കോർ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട എത്രയാണ്? 3 അണ്ടർസ്കോർ യൂസ് ചെയ്യണം. 1 2 3 എന്ന് പറഞ്ഞാൽ തുടക്കം 3 ലെറ്റേഴ്സ് വേണം. ആ 3 ലെറ്റേഴ്സ് എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നമ്മൾ 3 അണ്ടർസ്കോർ കൊടുത്തു. അതിനുശേഷം നമ്മൾ പി കൊടുത്തു. പിന്നെ നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തു. അതായത് തുടക്കം 3 ലെറ്റർ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയാം, തുടക്കം 3 ലെറ്റേഴ്സ് വേണം. അതായത് 3 അണ്ടർസ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ലെറ്റേഴ്സ് വേണം. ആ 3 ലെറ്റേഴ്സ് എന്ത് വേണമെങ്കിലാവാം. പിന്നെ 4th ലെറ്റർ എന്ന് പറയുന്നത് പി ആയിരിക്കണം. അതിനുശേഷം പെർസെൻറ്റേജ്. അതിനുശേഷം നമുക്ക് എത്ര ലെറ്റേഴ്സോ എത്ര ക്യാരക്ടേഴ്സോ വേണമെങ്കിലും വരാം. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും OnePlus മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റയിലെ ഓരോ പാറ്റേൺസ് റിക്കഗ്നൈസ് ചെയ്ത് ആ പാറ്റേൺസിനനുസരിച്ച് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമുക്ക് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്സിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്കത് നോക്കി നോക്കാം. അതായത് എനിക്ക് 1 വെച്ച് തുടങ്ങുന്ന പ്രൈസ് ഏതൊക്കെ ഉണ്ടെന്ന് കാണണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ലൈക്ക്. നമുക്ക് 1-ൽ തുടങ്ങുന്ന പ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1% എന്ന് കൊടുക്കാം. നമുക്ക് എക്സിക്യൂട്ട് ആവുമോ നോക്കാം. ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് വരാൻ കാരണം ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഒരു പ്രത്യേക രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു, ലൈക്ക് എപ്പോഴും ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ആ പാറ്റേണിൻ്റെ ബേസിലാണ് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ലൈക്ക് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഡാറ്റ ടൈപ്പ് എപ്പോഴും സ്ട്രിങ്ങിലായിരിക്കണം. അതായത് കൊട്ടേഷൻ മാർക്കിനുള്ളിൽ വേണം കൊടുക്കാൻ. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അത് ആ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പിന് വരെ ലൈക്കിന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ് ആയിട്ട് വേണം കൊടുക്കാൻ. അതായത് നമ്മൾ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ലൈക്ക് കൊട്ടേഷൻ മാർക്കിനുള്ളിൽ നമ്മൾ 1% എന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിന് അത് തിരിച്ചറിയാൻ വേണ്ടി, ആ പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പ്രൈസ് എന്ന് പറഞ്ഞ കോളത്തിലെല്ലാം എല്ലാ പ്രൈസും 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്സിന് യൂസ് ചെയ്യാം, ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സിന് യൂസ് ചെയ്യാം. പക്ഷേ ലൈക്ക് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇൻപുട്ട് എപ്പോഴും സ്വീകരിക്കുന്നത് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് ഈവൻ ദോ അതൊരു ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഡബിൾ കോട്ട്സിനോട് കൊടുത്ത്, അതായത് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് കൺസിഡർ ചെയ്ത് കൊടുത്തത്. അടുത്തതായി ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ ബ്രാൻഡ് ഇൻ റെഡ്മി ASUS, വിവോ എന്ന് കൊടുക്കാം. വിവോ. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റെഡ്മി, വിവോ, ASUS എന്നീ ബ്രാൻഡിലുള്ള മൊബൈൽസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഈ സീക്വൽ കമാൻഡ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെ നമുക്ക് 2 പാർട്ടായി ഡിവൈഡ് ചെയ്യണം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്, സെലക്ട് എൻ്റെ ഡാറ്റ ഫ്രം പ്രൊഡക്ട്സ്. അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ കോളംസും കാണാൻ സാധിക്കുന്നുണ്ട്. വേർ ബ്രാൻഡ് ഇൻ റെഡ്മി, ASUS, വിവോ. അതായത് ഒന്നിലധികം കണ്ടീഷൻസ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബ്രാൻഡ് എന്ന് പറയുന്നത് റെഡ്മി ബ്രാൻഡുള്ള മൊബൈൽസ് എല്ലാം എനിക്ക് കാണണം, അതുപോലെ തന്നെ ASUS ബ്രാൻഡുള്ള മൊബൈൽസ് എല്ലാം കാണണം, അതുപോലെ തന്നെ വിവോ ബ്രാൻഡുള്ള മൊബൈൽസ് എല്ലാം എനിക്ക് കാണണം. ഈ ഒരു സാഹചര്യത്തിലാണ്, അത് ഒന്നിലധികം കണ്ടീഷൻസ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇൻ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് സപ്പോസ് എനിക്ക് റെഡ്മി മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് വേർ ബ്രാൻഡ് ഈക്വൽ ടു റെഡ്മി എന്ന് കൊടുത്താൽ മതി. പക്ഷേ റെഡ്മിയും ASUSും വിവോ ഈ 3 കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തായി ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ സീക്വൽ കമാൻഡ് പരിചയപ്പെടാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണ്
സെലക്ട് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ്. ഇത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന വഴി എനിക്ക് ഈ പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ എൻ്റെ ബ്രാൻഡ് കാണുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ, സാംസങ്, ഗൂഗിൾ കുറേ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. എനിക്കിതിൻ്റെ യുണീക്ക് വാല്യൂസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് എനിക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ടേബിളിലെ യുണീക്ക് ബ്രാൻഡ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട കമാൻഡാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളത്. അതായത് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓഫ് ബ്രാൻഡ് ഫ്രം പ്രൊഡക്ട്സ്. ഇപ്പം നമുക്കിവിടെ യുണീക്ക് ബ്രാൻഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ 8 റോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 8 യുണീക്ക് ബ്രാൻഡ്സ് മാത്രമേ ഈ എൻ്റെ ഡാറ്റ സെറ്റിൽ ഉള്ളൂ. ഇതുപോലെ റിപ്പീറ്റേഷൻ വരുന്ന ഏതൊരു സാഹചര്യത്തിലും നമുക്ക് യുണീക്ക് ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എത്ര തരമുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നിലധികം കണ്ടീഷൻസ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. പ്രധാനപ്പെട്ട ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ്, ഓർ, നോട്ട്. ഈ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1 lakh എന്ന് കൊടുക്കാം. ആൻഡ് പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ മേടിച്ച സീക്വൽ കമാൻഡ് എന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1 lakh ആൻഡ് പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10. അതായത് പ്രൈസ് 1 ലക്ഷത്തിന് മുകളിലുള്ളതും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഐ ഡി 10 താഴെയുള്ള പ്രൊഡക്ട്സ് മാത്രം കാണിക്കുക. അപ്പോൾ ഈ ടേബിൾ കാണുന്നതെല്ലാം പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 റോസ് കാണാം. 3 റോയും പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10 ആണ്. അത് പ്രൈസ് എന്ന് പറയുന്നത് 1 lakhന് എബോവ് ആണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ സെയിം കണ്ടീഷൻ നമ്മൾ ഓർ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1 lakh. നമുക്ക് ആൻഡിന് പകരം ഓർ എന്ന് കൊടുക്കാം. ഓർ പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10. ഈ ഒരു സീക്വൽ കമാൻഡ് എന്താണെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1 lakh ഓർ പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10. അതായത് പ്രൈസ് 1 lakhന് മുകളിലുള്ളത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഐ 10 താഴെയുള്ള എല്ലാ പ്രൊഡക്ട്സും കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് കാണാൻ സാധിക്കും പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10, 1, 2, 3, 4 till 9, 1 till 9. അത് പ്രൊഡക്റ്റ് ഐ 10 താഴെയുള്ള എല്ലാ പ്രൊഡക്ട്സും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1 lakh, അത് 1 lakhന് എബോവ്. ഇപ്പോൾ നമുക്ക് 18, 21, 18 to 50 ഉള്ള ഈ റോസ് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം പ്രൈസ് എന്ന് പറയുന്നത് 1 lakhന് എബോവ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതായത് ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10 എന്ന് കൊടുക്കുകയാണെന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രൊഡക്റ്റ് ഐ 10 താഴെയുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുക്കാൻ പോവുകയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ നോട്ട്, വേറിന് ശേഷം വേണം നമ്മൾ നോട്ട് എന്ന ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ വേർ നോട്ട് പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10. ഇപ്പോൾ നമുക്ക് ഈ സീക്വൽ കമാൻഡ് ഒന്ന് നോക്കി നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് വേർ നോട്ട് പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10. അതായത് പ്രൊഡക്റ്റ് ഐ ഡി ലെസ് ദാൻ 10 ഒബേ ചെയ്യാൻ പാടില്ല. അതായത് പ്രൊഡക്റ്റ് ഐ 10-ഉം 10-ന് മുകളിലുള്ള എല്ലാ പ്രൊഡക്ട്സും കാണിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ടേബിൾ കാണുന്നുണ്ട് പ്രൊഡക്റ്റ് ഐ 10, 11, 12 അത് തൊട്ട് 70 വരെയുള്ള എല്ലാ പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ DQL കമാൻഡായിട്ടുള്ള സെലക്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടിയും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടിയും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.